ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കുടംപുളി ഇട്ട് വെച്ച കൊഞ്ച് വരട്ടിയതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് 3/4 കിലോയോളം കൊഞ്ചാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കൊഞ്ച് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായത്. ഇതിലോട്ടേക്ക് 2 കുടംപുളി കഷ്ണം കൂടി ഇട്ട് വെച്ചിട്ട് സിമ്മിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. നമുക്കിനിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ട മസാല വേറൊരു പാത്രത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 7 അല്ലിയോളം വെളുത്തുള്ളി ചതച്ചതും, 4 പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞിടണേക്കാളും ചതച്ചിടണം കേട്ടോ നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇഞ്ചിയുടെയൊക്കെ പച്ചക്കുത്ത് ഒന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെയൊക്കെ പച്ചക്കുത്ത് മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 20ഓളം ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ചതക്കണമെന്നൊന്നും നിർബന്ധമില്ല, അപ്പോൾ അരിഞ്ഞിട്ടാലും മതി. ഞാനിപ്പോൾ ഇതിൽ ചതച്ചിട്ടാണ് എന്തായാലും ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടുക. നേരത്തെ നമ്മൾ കൊഞ്ച് വേവിക്കാൻ വെച്ചപ്പോഴും ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിഭവമാകുമ്പോൾ നമുക്കിതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരിഭവമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിലാണ് നമുക്ക് ഉപ്പും മറ്റേ മുളകൊക്കെ കറക്റ്റാണോ നോക്കണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് ഇളക്കിയിട്ടുണ്ടായി. ഇനി നമുക്ക് സിമ്മിലാക്കിയിട്ട് ഇതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ചാറൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ഇളക്കാം. അപ്പോൾ ചാറ് ഈ ഗ്രേവി ടൈപ്പിൽ ഇത്രയ്ക്ക് വേണ്ടവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഗ്യാസ് ഓഫ് ചെയ്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി, അതായത് ഒരു 5 മിനിറ്റും കൂടി കൂടിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് ചാറ് വറ്റിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്, താങ്ക് യു.